കായംകുളം യൂത്ത് കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചന ചടങ്ങും ഒന്നാംകുറ്റി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ വാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും ഒന്നാംകുറ്റി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ഇബിനു സീരി അധ്യക്ഷത വഹിച്ചു. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് കരുത്തു പകർന്ന, ഇന്ത്യയുടെ കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കിയ, ഇന്ത്യയിൽ വ്യാവസായിക വിപ്ലവം രചിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി യുവാക്കളോടും അതുപോലെ തന്നെ വനിതകളോടും സ്നേഹപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിന്റെ മനസ്സ് കവർന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി ധീര രക്തസാക്ഷിത്വം വരിച്ചിട്ട് 41 വർഷം പിന്നിടുന്നു. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം പൊക്കിൾക്കൊടി ബന്ധം മാത്രമല്ല, രാജ്യത്തിന്റെ ഹൃദയ ബന്ധം കൂടിയാണ്. ഇന്ത്യ രാജ്യത്തെ മതേതര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും മതേതരത്വവും സോഷ്യലിസവും ഇന്ത്യയുടെ ഭരണഘടനയിൽ ഭേദഗതിയിലൂടെ എഴുതി ചേർത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉദാത്ത മാതൃക ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച സമർപ്പിത പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ ധീരമായ ഓർമ്മകൾ നമ്മളെ ഇപ്പോഴും പ്രസിദ്ധിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, ഇന്ത്യ രാജ്യത്തെ വിഘടന പ്രവർത്തനങ്ങൾ, ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കാൻ, വർഗീയതയുടെ പേരിൽ വെട്ടിമുറിക്കാനും അതുപോലെ തന്നെ വിഭജിക്കാനും നടക്കുന്ന ബോധപൂർവമായ ശ്രമം, മതേതരത്വത്തിന് പോർലേൽപ്പിച്ചുകൊണ്ട് ഒരു മതാധിപത്യ രാജ്യമായി ഇന്ത്യയെ മാറ്റാനുള്ള ഈ നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മദിനം, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസിനെ എക്കാലവും കരുത്തു പകരും. ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വവിധ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത് ഇന്ത്യ രാജ്യത്തിന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനകരമായി തല ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ലോകത്തെ ഏറ്റവും ശക്തയായ വനിതാ ഭരണാധികാരിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് റാഫി സ്വാഗതം പറഞ്ഞു. അഫ്നാൻ ചാങ്ങയിൽ നന്ദി പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ബിജു നസറുള്ള, ഹസൻ കോയ, ബിജു കണ്ണങ്കര, ലുക്മാൻ കായംകുളം, ഹാഷിം സേട്ട്, യൂസഫ്, അബ്ദുൾ ഹമീദ്, ആര്യ ബോബൻ, സിനുമോൾ, തോമസ്, സിന്ധു, യാസർ കാവേരി, അസറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.